കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രബോസും അയാളുടെ കൂട്ടാളികളായ പോലീസും കൂടി സത്യഭാമയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് സത്യഭാമയുടെ ആ തോക്ക് കണ്ടെടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇതിൻ്റെ ലൈസൻസ് 30-ാം തീയതി അവസാനിച്ചതാ. ലൈസൻസ് ഇല്ലാത്ത തോക്കം വെച്ചാണ് ഇത്രയും ദിവസം നിങ്ങൾ നിന്നത്. അത് ശിക്ഷാർഹമായൊരു തെറ്റാണ്. അതുകൊണ്ട് സത്യഭാമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന വിഷ്ണു ഭാമയെ അറസ്റ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് താനാണ് ലൈസൻസ് റദ്ദായ ഈ തോക്ക് വീണ്ടും കൈ വെച്ചതെന്നും അതിൽ അമ്മയ്ക്ക് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് സ്വയം കുറ്റമേറ്റെടുക്കുവാണ്. അതേക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ, വിഷ്ണു, കള്ളം പറയുമ്പോൾ കുറച്ചെങ്കിലും വിശ്വസിക്കാവുന്ന കള്ളം പറയണ്ടേ? എനിക്കറിയാം നീ നിന്റെ മാതൃസ്നേഹം കാണിച്ചതാണെന്ന്. സാരമില്ല, എനിക്ക് സത്യഭാമക്ക് പകരം നീയാണെങ്കിലും മതി. എന്നാൽ പിന്നെ സത്യാമേ, ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോകുവാണ്. അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ് കേട്ടോ ചന്ദ്രബോസ്. ഇത് കാണുന്ന ഭാമയും രാഘവനും എല്ലാവരും തകർന്നു പോകുവാണ്. ഈ സമയം ശ്യാമയുടെ കുഞ്ഞ് രാഘവനോട് ചോദിക്കണേ, മുത്തശ്ശ, എന്തിനാ വല്യച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്? അതിന് വല്യച്ഛൻ എന്ത് തെറ്റാ ചെയ്തത്? അന്നേരം രാഘവൻ പറയണേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ശിക്ഷിക്കുന്നവർക്ക് അവർ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കി ഇതിലും വലിയ ശിക്ഷ കൊടുക്കാൻ ഒരാൾ വരും. ഇവിടെ വിഷ്ണുവിനെ ജയിലിലേക്ക് അവർ പിടിച്ചുകൊണ്ടുപോയി. അവനെ രക്ഷിക്കാൻ അവൻ്റെ പാത തന്നെ തിരിച്ചു വരും. ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ കളക്ടറിൻ്റെ ബോർഡ് വെച്ച് കാറിൽ ശാലിനി വരുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാടിനുള്ളിൽ അനധികൃതമായിട്ട് തടിയൊക്കെ കിടത്തുന്ന വൈരമുത്തു എന്ന് പറഞ്ഞ ആളെയും അയാളുടെ ഗുണ്ടകളെയുമാണ്. അങ്ങനെ അവരെ ലോഡെടുത്ത് പോകാനായിട്ട് തയ്യാറായി നിൽക്കുമായിരിക്കും. ഈ സമയമാണ് ആ ഒരു സ്റ്റേഷനിലെ SI ജീപ്പിൽ അവിടേക്ക് വരുന്നത്. SI വൈരമുത്തുവിനോട് പറയണേ, സാറേ, തൽക്കാലം ഈ ലോഡ് നമ്മൾ ഇന്ന് ഇറക്കുന്നില്ല. ഇന്ന് പോയാൽ ചിലപ്പോൾ ആകെ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അന്നേരം വൈരമുത്തു പറയണേ, താനിത് എന്തറിഞ്ഞിട്ടാണോ പറയുന്നത്? വൈരമുത്തുവേ, ഈ പണി തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അല്ല, ഇപ്പം എൻ്റെ ഈ ലോഡ് ഇവിടെ കൂടിപ്പോയാൽ എന്താ പ്രശ്നം? അന്നേരം ആ പോലീസ് പറയണേ, അത് പിന്നെ സാറേ, സാറിൻ്റെ മരം മുറിക്കാനുള്ള ലൈസൻസ് റദ്ദായിട്ട് 3 മാസത്തോളമായല്ലോ. നമ്മൾ ഇത്രയും നാളും അനധികൃതമായിട്ട് അത് കടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട്. അവർ ആളിത്തിരി പെശകാം. അന്നേരം മുത്തു പറയണേ, ഇതിനു മുമ്പ് പലതവണ ലൈസൻസ് ഉണ്ടായിട്ടും ഇല്ലാതെയും പലതരം ബിസിനസ്സും ഈ മുത്തു ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും എന്നെ ഒരു ചുക്കും ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനും പോകുന്നില്ല. പിന്നെ ഈ മുത്തുവിനെ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നൊക്കെ വേറെ ആരും പഠിപ്പിക്കാൻ നിൽക്കണ്ട. തനിക്ക് വേണ്ടിയുണ്ടെങ്കിൽ താൻ മാറി നിൽക്കും. ഞാനും എൻ്റെ പിള്ളേരും കൂടി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. പിന്നെ താൻ പറയുന്ന ഓഫീസറെ എങ്ങനെയാണ് മെരുക്കിയെടുക്കണമെന്നൊക്കെ എനിക്കറിയാം. എടാ പിള്ളേരെ, നിങ്ങൾ വണ്ടി എടുക്കണം. അങ്ങനെ പറഞ്ഞ് മുത്തു വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുകയാണ്. ഈ സമയം കൂടെയുള്ള കോൺസ്റ്റബിൾ ആ ഓഫീസറിനോട് പറയണേ, അല്ല സാറേ, വരുന്നത് പുലിയൊന്നും അല്ലല്ലോ. ആ സമയം ആ പോലീസുകാരൻ പറയണേ, പുലിയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ഇത് ഐറ്റം വേറെ അല്ലേ. ഈ സമയം കാണിക്കുന്നത് കാടിനുള്ളിൽ കസേരയിട്ട് കയ്യിൽ ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ശാലിനിയാണ്. അപ്പോൾ ശാലിനിയുടെ ബാക്ക് തിരിഞ്ഞിരിക്കുന്ന ശാലിനിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം ലോഡുമായിട്ട് വൈരമുത്തുവിൻ്റെ ലോറി അതുവഴി പാസ് ചെയ്യുവാണ്. അപ്പോൾ മുമ്പിൽ ഒരു കസേരയിൽ ഒരു പെണ്ണ് കുത്തിയിരുന്ന് എന്തോ എഴുതുന്നത് ഡ്രൈവർ കാണുക. ദേ സാറേ, ആരവിടെ വന്നു കസേര ഇട്ടിരിക്കുന്നത്? അന്നേരം വൈരമുത്ത് പറയണേ, എടാ നീ അങ്ങ് ഹോൺ അടിക്കും. അങ്ങനെ കുറേ തവണ ഹോൺ അടിക്കുന്നുണ്ട്. എന്നിട്ടും അവിടെ അനക്കമില്ലാത്തത് കാണുമ്പോൾ വണ്ടി പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റോപ്പാക്കുവാണ്. അങ്ങനെ ദേഷ്യത്തിൽ അയാൾ ഇറങ്ങി വന്നിട്ട് ശാലിനിയുടെ മുമ്പിൽ വന്ന് ചോദിക്കണേ, എടി നീ ആരാടി? വഴി കൊണ്ടുവന്ന് കസേരയിട്ടാണോ നീ പഠിക്കുന്നത്? ഈ റോഡെന്താ നിൻ്റെ തന്തയുടെ വകയാണോ? അന്നേരം ശാലിനി അയാളോട് ചോദിക്കണേ, പാലക്കാടുള്ള ഒരു സാധാരണക്കാരായ മുത്തുപാണ്ടിക്ക് ഗൗണ്ടറിൻ്റെ വേഷവും അണിഞ്ഞ് ചന്ദനമരവും മറ്റും കടത്താമെങ്കിൽ ഇന്ത്യൻ സിറ്റിസനായ ഈ ശാലിനി വിഷ്ണുവിന് ഇവിടെ ഇരുന്ന് ഇത് വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റില്ലേ? അന്നേരം അയാൾക്ക് അങ്ങ് ദേഷ്യം തന്നെ, എടി നീ ആരടി അഹങ്കാരി? അന്നേരം ശാലിനി പറയുക, ശാലിനി വിഷ്ണു. അപ്പോൾ അയാൾ പറയണേ, നീ ഏത് വിഷ്ണു ബ്രഹ്മാവായാലും എനിക്കെന്താ? വെറുതെ എന്നോട് മുട്ടാൻ നിൽക്കല്ലേ? അപ്പം അത് ശരി, നീയാണല്ലേ ആ പോലീസുകാരൻ പറഞ്ഞ ഓഫീസറും? നിന്നെപ്പോലെ കുറേ ഓഫീസറെ കണ്ടിട്ടുള്ളവനായി ഞാൻ. അതുകൊണ്ട് ചുമ്മാ വേഷം കിട്ടിറക്കാതെ മുമ്പിൽ നിന്ന് മാറും. അന്നേരം ശാലിനി പറയണേ, അങ്ങനെ മാറാനല്ലോ ഞാൻ വന്നത്. ഈ വണ്ടിയിൽ അനധികൃതമായിട്ട് നിങ്ങൾ ചന്ദനമരവും മറ്റും കടത്തിക്കൊണ്ട് പോകുമല്ലേ? നിങ്ങൾക്കത് കടത്താൻ അവസരം ഉണ്ടായിരുന്നു. മരം മുറിക്കാനുള്ള നിങ്ങളുടെ ലൈസൻസ് 3 മാസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി കട്ടായതാ. അതിനുശേഷം നിങ്ങൾ ഈ 3 മാസം ചെയ്യുന്നത് അനധികൃതമായിട്ടാണ്. അതങ്ങനെ അനുവദിച്ചു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലോറി അടക്കം സീസ് ചെയ്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കേട്ടിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഈ സമയം കാടിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഇയാളുടെ ആൾക്കാർ കത്തിയും വാളും ഒക്കെ ആയിട്ട് എത്തുവാണ് കേട്ടോ. അന്നേരം അയാൾ അവർ നോക്കിയിട്ട് പറയണേ, കണ്ടില്ലേ, ഇവരൊക്കെ ഇവിടെ മരം മുറിക്കാൻ നിൽക്കുന്നവരല്ല, ഈ വൈരമുത്തുവിൻ്റെ ആൾക്കാരാ. എൻ്റെ ലോറി ഹോൺ അടിച്ചിവിടെ നിന്നാ അത് തടഞ്ഞത് ആരായാലും അവരെ വെട്ടി നുറുക്കി പീസാക്കും ഈ പിള്ളേർ. എന്താണെങ്കിലും നിന്നോട് ഇനി സംസാരിച്ച സമയങ്ങളിൽ എനിക്ക് തീരെ താല്പര്യമില്ല.
പിള്ളേരെ ഇവളെ അങ്ങ് തീർത്തേക്കും, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ശാലിനി തൻ്റെ കയ്യിൽ മറച്ചു പിടിച്ച തോക്ക് എടുത്ത് അയാൾക്ക് നേരെ നീട്ടുവാണ്. എന്നിട്ട് ആയുധങ്ങളെല്ലാം താഴെ വെക്കാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ അയാൾ പേടിച്ച് ആ ഗുണ്ടകളോടൊക്കെ ആയുധങ്ങളെല്ലാം താഴത്തേക്കിടാൻ പറയുവാണ്. ഈ സമയം ശാലിനി വീണ്ടും പറയണേ, ഐ ആം ശാലിനി വിഷ്ണു IAS. ജില്ലാ കളക്ടറിനും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും എന്ന അധികാരം വെച്ചിട്ട് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യുവാണ് വിത്ത് ആൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ. അങ്ങനെ കുറച്ച് മാസ് ഡയലോഗൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ 2 വണ്ടി പോലീസുകാരും അവിടെ എത്തുവാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് അയാൾ അറസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെത്തുന്ന വിഷ്ണുവിനെയാണ്. അങ്ങനെ പോലീസുകാർ വിഷ്ണുവിനെ പിടിച്ചിറക്കുവാണ്. അങ്ങനെ വിഷ്ണുവിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം പുറത്ത് വിഷ്ണുവിന് പരിചയമുള്ളൊരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാൾക്ക് വിഷ്ണുവിൻ്റെ ഈ കാര്യത്തിൽ ഭയങ്കര സഹതാപവും സങ്കടവും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അകത്തെത്തി ചന്ദ്രബോസ് കസേരയിൽ ഇരുന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കണേ, നിനക്ക് ഈ സ്ഥലമൊക്കെ ഓർമ്മയുണ്ടോ? അന്നേരം വിഷ്ണു പറയണേ, അതിന് എനിക്ക് മറവി രോഗമൊന്നും വന്നിട്ടില്ലല്ലോ സാറേ. പിന്നെ ഈ സ്ഥലത്ത് സാർ SI ആയി വരുന്നതിന് മുമ്പ് കുറേ തവണ, സാറിനേക്കാളും കൂടുതൽ തവണ എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ വന്നിട്ടുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയണേ, അതെ അതെനിക്കറിയാം. അന്ന് ഞാനിവിടെ ഇരുന്നത് CA ആയിട്ടാണ്, എന്നാൽ ഇപ്പം ഞാൻ ACP ആയിട്ട് അവിടെ AC റൂമിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ അന്നും ഇന്നും എന്നും വെറും മുക്കച്ചക്രത്തിൻ്റെ ഗുണ്ട മാത്രമാണ്. നിനക്കതിൽ നിന്ന് ഒരു പുരോഗതിയും ഉണ്ടാവാനും പോകുന്നില്ല. ഇവിടെ ഈ സോമശേഖരന് തീർക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. എങ്കിലും നീ ഒന്ന് ഒതുങ്ങുന്നത് എനിക്ക് നേരി കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയം സത്യഭാമയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ ഒരു തോക്കുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുവാണ്. അങ്ങനെ ചന്ദ്രബോസ് ആ തോക്കെടുത്ത് കൈ പിടിച്ചിട്ട് പറയണേ, ഇത് കണ്ടില്ലേ, നിന്റെ വീട്ടിൽ സത്യാമ്മയുടെ കയ്യിലിരുന്ന തോക്ക, ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ. അന്നേരം വിഷ്ണു പറയണേ, ഇതങ്ങനെ ചുമ്മാ വാങ്ങിയ തോക്കൊന്നുമല്ല, സർക്കാരിൻ്റെ ലൈസൻസോട് കൂടി തന്നെയാണ് ഇത് ഉപയോഗിച്ചത്. അന്നേരം ചന്ദ്രബോസ് പറയണേ, അത് ശരിയാ, പക്ഷേ ലൈസൻസ് റദ്ദാക്കി കഴിഞ്ഞ് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലിരുന്നാൽ അത് അനധികൃതോ? ഇതിപ്പോൾ പുറത്ത് കാണിക്കാൻ പോലും പറ്റില്ലല്ലോ. എടാ, ഞാൻ സത്യാമ്മേനെ അറസ്റ്റ് ചെയ്യാനാണ് അവിടെ വന്നതെങ്കിലും എൻ്റെ വല്ല നീ കുരുങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നമ്മൾ തമ്മിൽ തീർക്കാൻ കുറേ മുമ്പത്തെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ ബാക്കിയായിട്ട്. ഇത് കണ്ടോ, ഈ തോക്കെടുത്ത് നിന്റെ നെഞ്ചും കൂട്ടിലേക്ക് ഇങ്ങനെ വെച്ച് ഒരു വലി വലിച്ചാലുണ്ടല്ലോ തീരും. അതോടെ വിഷ്ണു ആശാൻ. ഈ ഒരു സമയത്ത് അവിടെ എത്തുവാണ് ഭാമയും അർജുനും കൂടി. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ പുറത്തു നിന്ന പോലീസുകാരൻ അർജുനെ കണ്ടിട്ട് അർജുനോട് പറയണേ, സാറേ വിഷ്ണു ആശാനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അപകടമാണ്. ഇവിടെ ലോക്കപ്പിൽ ആശാനെ കെട്ടിത്തൂക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതേക്കുമ്പോൾ ഭാമയും അർജുനൊക്കെ അങ്ങ് ഷോക്കാകുവാണ്. ഇതേ സമയം തന്നെ അകത്ത് ചന്ദ്രബോസ് വിഷ്ണുവിനെ അങ്ങ് വെല്ലുവിളിക്കുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വിഷ്ണുവിനെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു പറയണേ, അങ്ങനെ ഈ തോക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉറപ്പുള്ളൊരു മനസ്സ് വേണം, നട്ടിലിന് ധൈര്യം വേണം. തോക്ക് പൊട്ടിക്കണമെങ്കിൽ അതിലുണ്ട ഉണ്ടാവണം. ആ ഉണ്ടാന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തമാണ്, നല്ല തിളക്കുന്ന രക്തം. അത് ആണുങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ഓരോന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ സമയം വിഷ്ണു പറയണേ, നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പൊട്ടിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ നീ പൊട്ടിക്കടാ. ഈ സമയം തന്നെ ഒരു വെടിവെട്ടുന്ന ഒച്ച കേൾക്കുവാണ്. അങ്ങനെ ആ വെടിവെച്ച് കേട്ട് പുറത്ത് നിൽക്കുന്ന ഭാമയും അർജുനും അങ്ങ് ഷോക്കാകണേണ്. അവർ ടെൻഷനോട് കൂടി അകത്തേക്ക് ഓടിച്ചെല്ലുവാണ്. ഈ സമയം ചന്ദ്രബോസ് ആ തോക്കുകൊണ്ട് മുകളിലേക്ക് കണ്ട വെടിവെക്കുന്നത്. അന്നേരം ഭാമ ഓടി വന്ന്, എന്താ മോനെ, എന്താ പറ്റിയത്? നിന്നെയോൾ ഉപദ്രവിച്ചോ? അന്നേരം വിഷ്ണു പറഞ്ഞ, ഒന്നുമില്ല അമ്മ, അമ്മ പേടിക്കാതെ. ചന്ദ്രബോസിനെ എന്ത് ചെയ്യാനാ? അന്നേരം ചന്ദ്രബോസ് പറയണേ, സത്യഭാമേ, നിങ്ങളുടെ മകന് ഇവിടെ എത്തിയിട്ടും ചോരത്തിളപ്പിന് ഒരു കുറവുമില്ല. അതേക്കുമ്പോൾ സത്യഭാമ പറയണേ, ഇവനെ സത്യഭാമയുടെ മകനാ. അന്നേരം ചന്ദ്രബോസ് പറയണേ, ഇത് നിങ്ങൾ കുറച്ച് മുമ്പ് വീട്ടിൽ വെച്ച് കണ്ടപ്പോഴും പറഞ്ഞല്ലേ, ഇത് പറയാനായിട്ടാണോ ഇങ്ങോട്ട് നിങ്ങൾ എഴുന്നള്ളിയത്? ആ സമയം അർജുൻ പറയണേ, ഞങ്ങൾ വന്നത് വിഷ്ണുവിന് ജാമ്യത്തിലിറക്കാനാ. ജാമ്യം തരാതിരിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തോക്കിന് ലൈസൻസ് കഴിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള നോട്ടീസോ മറ്റോ ഇവർക്ക് അയച്ചോ? ഇല്ലല്ലോ. അന്നേരം ചന്ദ്രബോസ് പറയണേ, സോറി, ഇത് ഈ കേസ് സോമശേഖരൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ളതാണ്. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ഇയാളോട് ചോദിച്ചോളൂ. അങ്ങനെ അർജുൻ സോമശേഖരനോട് പറയണേ, നിങ്ങൾക്കും ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊന്നുമില്ലല്ലോ. വിഷ്ണുവിനെ ജാമ്യത്തിലിറക്കണം, അതിന് നിങ്ങൾ വിഷ്ണുവിന് ജാമ്യം അനുവദിക്കണം. അന്നേരം ആ SI പറയണേ, അത് പറ്റില്ല. അപ്പോൾ അർജുൻ ചോദിക്കണേ, അങ്ങനെ ജാമ്യം അനുവദിക്കാതിരിക്കാൻ മാത്രം എന്താ വിഷ്ണുവിൻ്റെ പേരിലുള്ള കേസ്? അത് പിന്നെ എന്നും പറഞ്ഞ് അയാൾ പരിങ്ങി നിൽക്കുക. അന്നേരം ചന്ദ്രബോസ് പറയണേ, എടോ പോലീസുകാരുടെ വില കളയാതെ പറഞ്ഞു കൊടുക്കടോ. എന്നിട്ട് അയാൾ മിണ്ടാതെ നിൽക്കുവാണ്. അത് കാണുമ്പോൾ അർജുൻ ചോദിക്കണേ, കണ്ടില്ലേ, കുറ്റവാളിയുടെ പേരിലുള്ള കേസ് എന്താന്ന് പോലും അറിയില്ല. ആ സമയം ചന്ദ്രബോസ് പറയണേ, സെക്ഷൻ 24(a)(b). എന്താ ഇപ്പം തൃപ്തിയായില്ലേ? അന്നേരം അർജുൻ പറയണേ, അത് ബെയിലബിൾ ഒഫൻസ് ആണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിഷ്ണുവിന് ജാമ്യം കൊടുക്കാത്തത്? അന്നേരം ചന്ദ്രബോസ് പറയണേ,
കൊടുക്കാൻ സൗകര്യമില്ലെന്ന് പറയടോ. അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയും അർജുനെയും ഭാമയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്